ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഇലക്ട്രോണിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൽ നമ്മളിനി എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് SCR ആണ്. ഓക്കെ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ നമ്മുടെ SCR എന്ന് ചുരുക്കത്തിൽ വിളിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡയോഡിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഇനി SCR ആണ് എടുക്കാമെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് SCRനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ SCR ഷോർട്ട് കീ ഡയോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ SCR നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളതിന് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? SCR ഇതാണ് കാണിച്ചിരിക്കുന്നതാണ് SCR ആനോഡ് കാഥോഡ് അല്ലേ. അപ്പോൾ എത്ര ടെർമിനൽ വന്നു? 1, 2, 3 അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ 3 ടെർമിനൽ ഡിവൈസാണെന്ന് നമുക്കറിയാം, ശരിയല്ലേ. ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. അതായത് ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, അതുപോലെ ഗേറ്റ് ഉണ്ട് അല്ലേ. ഇത് A, ഇത് K, ഇത് G. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ നമ്മൾ വേറൊരു ഫിനോമിനൻ പഠിച്ചത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? യൂണി ഡയറക്ഷനിലാണ് അല്ലേ. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, യൂണി ഡയറക്ഷനിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതാണ് പൊളാരിറ്റി, അതായത് റിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലേ. രണ്ട് സൈഡിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു അത് ബൈപോളാർ ആണെന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് എൻ്റെ ബ്ലോക്കിംഗ് വോൾട്ടേജ് എന്ന രണ്ട് ക്വാഡ്രൻറ്റിലും പറ്റുമെന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ഒരു ബ്ലോക്കിംഗ് വരും, ഇവിടെ ഒരു ബ്ലോക്കിംഗ് വരും, ശരിയല്ല. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ക്ലിയർ. അപ്പം ഇത് I, ഇതെന്താണ് V. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ, ബൈപോളാറാണ്. അതുപോലെ ഡിവൈസ് എങ്ങനത്തെയാണ്? സെമി കൺട്രോൾഡ് ഡിവൈസ് ആണ് അല്ലേ. സെമി കൺട്രോൾഡ് ഡിവൈസ്, ഇത്രയും പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സെമി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ചെയ്യാം അല്ലേ. ഗേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ചെയ്യാം. പക്ഷേ നമ്മൾ ഓഫാക്കുന്ന കാര്യം നമ്മുടെ കയ്യിലല്ല ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ SCRൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിങ് അല്ലേ. അപ്പോൾ പിന്നെ SCRലുള്ളതാണ് ഈ ജംഗ്ഷനുകൾ നോക്കാം. ഇവിടെ 3 ജംഗ്ഷൻ ഉണ്ട്, 1, 2, 3. അപ്പോൾ 3 ജംഗ്ഷനാണെന്ന് ഓർക്കുക. J1, J2 എത്ര ലെയറിന് ചോദിച്ചാൽ 1, 2, 3, 4 4 ലെയറാണെന്നും കൂടി ഓർക്കുക. 4 ലെയർ ഡിവൈസാണ്. 3 ടെർമിനൽ 4 ലെയർ ഡിവൈസ് ഹാവിങ് 3 ജംഗ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറേ ലെയറുകൾ നിങ്ങൾ കണ്ടു. P+, N-, P+N+ അല്ലേ. നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, പ്ലസ് കാണുവാണെങ്കിൽ അതെന്താണ്? ഹെവിലി ഡോപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്ലസ് കാണുവാണെങ്കിൽ അത് ഹെവിലി ഡോപ്ഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അത് നെഗറ്റീവ് കാണുവാണെങ്കിൽ ലൈറ്റ്ലി ഡോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ലെയർ എടുത്ത് പറയുവാണെങ്കിൽ ആദ്യം N+ ലെയറിനെ പറയുവാണെങ്കിൽ N+ ലെയറിനെ പ്രത്യേകിച്ച് N+ ലെയർ തിന്നാണ്. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കാം. N+ ലെയർ തിന്നാണ്, അറ്റ് ദ സെയിം ടൈം ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, തിന്നാണ്, ഹെവിലി ഡോപ്ഡ് ആണ്. ഇനി അടുത്തതാണ് P അല്ലേ. P എന്ന് വെച്ചാൽ തിക്കറാണ്, ഡോപ്പിംഗ് ദാൻ N+ അല്ലേ. N+നെക്കാട്ടിയും N+ അല്ല, നമ്മൾ തിക്കർ ദാൻ, ഡോപ്പിംഗ് അവിടെ നിൽക്കട്ടെ, തിക്കർ ദാൻ N+ അല്ല, N+നെക്കാട്ടിയും തിക്കറാണ്. അടുത്തത് N-, ആണ് തമ്മിൽ തിക്കസ്റ്റ്. അതുപോലെ തന്നെ മൈനസ് എന്ന് പറയുന്നത് ഡോപ്പിംഗ് ആണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഈ തിക്കസ്റ്റും ലൈറ്റ്ലി ഡോപ്ഡ് ആയതാണ് നമുക്ക് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് കേപ്പബിലിറ്റി കൂടുന്നത്, കൂടുതൽ വോൾട്ടേജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞതാണല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ലെയറുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. 3 ടെർമിനലാണ്, യൂണി ഡയറക്ഷണൽ, ബൈപോളാർ, 4 ലെയർ, സെമി കൺട്രോൾഡ് ഡിവൈസ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷനുള്ളത്. ഒന്നാമത്തെ മോഡാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. പിന്നെ രണ്ടാമത്തതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ഉണ്ട്. മൂന്നാമത്തതാണ് ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡ്. അങ്ങനെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മളെ കയ്യിലുള്ള. അപ്പോൾ നമ്മൾ ഓരോ മോഡ്സും എടുത്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മോഡാണ് മോഡ്സ് ഞാൻ പറഞ്ഞു 3 എണ്ണം ഉണ്ട് അല്ലേ. ഫസ്റ്റ് മോഡാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 ലെയർ ഉണ്ടാവും. 4 ലെയറിൻ്റെ കാര്യങ്ങൾ ഇവിടെ വരച്ച് വയ്ക്കാം. 1, 2, 3, 4. P-N-, P-N+. ക്ലിയർ ആണല്ലോ. ദെൻ റിവേഴ്സ് ബയസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയാണ് ഗേറ്റ് കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ നമ്മുടെ ആനോഡ്, ഇവിടെ നമ്മുടെ എന്താണ് കാഥോഡ്. ഇത് -+V. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയസാണ് അപ്ലൈ ചെയ്യുന്നത്. റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ 3 ജംഗ്ഷനുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇവിടെ J1 ഉണ്ട്, ഇവിടെ J2 ഉണ്ട്, ഇവിടെ J3 ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോൾ നിങ്ങൾ -P പോകും, അതുപോലെ ഈ +N+ലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ N+ ഏതിലേക്ക് പോകുന്നു, ഈ N- പോകുന്നു. അതായത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആവും. J1 എന്താവും, റിവേഴ്സ് ബയസ്ഡ് ആവും. അതുപോലെ ഈ ജംഗ്ഷൻ എടുത്ത് നോക്കൂ, ഈ ജംഗ്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഈ J3 എന്താണ്, J3യിലെ പ്ലസ് ഏതിലേക്ക് N-ലേക്ക് പോകുന്ന -P പോകുന്നത്. അപ്പോൾ അതും റിവേഴ്സ് ബയസ്ഡ് ആവും. ഈ -N പോകുന്നതുകൊണ്ട് ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും. അതുപോലെ +P പോകുന്നതുകൊണ്ട് ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ ഏതൊക്കെ ജംഗ്ഷനാണ് ഫോർവേഡ് ബയസ്ഡ്, ഏതൊക്കെയാണ് റിവേഴ്സ് ബയസ്ഡ്? J1 റിവേഴ്സ് ബയസ്ഡ് ആണ്, അതുപോലെ J3 എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആണ്. J2 മാത്രമേ ഉള്ളൂ എന്ത്, ഫോർവേഡ് ബയാസ്ഡിൽ. ശരിയല്ലേ? അപ്പോൾ ചെറിയൊരു സ്കീമാറ്റിക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ എന്താ, ഇത് J1, ഇത് J3, ഇതാണ് നമ്മുടെ J2. ശരിയല്ലേ? ഇത് ഫോർവേഡ് അല്ല, ഇത് റിവേഴ്സ്ഡ് ആണ് കേട്ടോ. ഇത് റിവേഴ്സാണ്. അപ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജംഗ്ഷനുകളുള്ളത്. അപ്പം ഫസ്റ്റത്തെ ക്രൈറ്റീരിയ എന്താ വെച്ചാൽ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് <0 അറ്റ് ദ സെയിം ടൈം ഗേറ്റ് കറണ്ട് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് ഓർക്കുക. അപ്പോൾ വിത്തൗട്ട് ഗേറ്റ് സിഗ്നൽ ആണ് പറഞ്ഞത്. അപ്പം J2 ഫോർവേഡ് ബയാസ്ഡും J1 J3 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ക്ലിയർ? അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ്റയർ വോൾട്ടേജ് ഏതിൻ്റെ അക്രോസാണ് ഒക്കർ ചെയ്യുക, J2ലാണ് ഒക്കറേസ് ചെയ്യുക. ഓക്കെ, ഇനി J1 J3 നോക്കുമ്പോൾ ചെറിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ J3 എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡോപ്പിംഗ് എങ്ങനെയാണ്, P-യും N+ഉം ആണ്. P-യും N+ എന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത് എങ്ങനത്തെ ഡോപ്പിംഗ് ആണ്, ഹെവിലി ഡോപ്പ്ഡ് ആണ്. ശരിയാണല്ലോ? ഹെവിലി ഡോപ്പ്ഡ് ആയുള്ള പ്രത്യേകത എന്താ, ഹെവിലി ഡോപ്പ്ഡ് ഹാസ് ഓൺലി ലെസ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് കേപ്പബിലിറ്റി. ശരിയാണല്ലോ? ഹെവിലി ഡോപ്പ്ഡ് ആകുമ്പോൾ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് കേപ്പബിലിറ്റി വളരെ കുറവാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ്ലി ഡോപ്പ്ഡ് ആണ് എന്ത്, വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് കേപ്പബിലിറ്റി കൂടുതൽ. ഇവിടെ ഹെവിലി ഡോപ്പ്ഡ് ആണെന്ന് കണ്ടു, അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് കേപ്പബിലിറ്റി കുറവാണ്. അപ്പോൾ എന്താണ്, ഈ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവാണെങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കുക, നമ്മൾ കൂടുതൽ ഇത് വരുമ്പോൾ ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത്, ഇറ്റ് ക്യാൻ ബ്രേക്ക് ക്വിക്ക്ലി അല്ലേ. കുറച്ച് എമൗണ്ട് ഓഫ് വോൾട്ടേജ് കൊടുക്കുമ്പം തന്നെ ഇറ്റ് ക്യാൻ ബ്രേക്ക് ക്വിക്ക്ലി. ഓക്കെ, ബ്രേക്ക് ക്വിക്ക്ലി ആവും. അതുപോലെ തന്നെ എന്താവും, ഷോർട്ട് സർക്യൂട്ട് ആവും, ബ്രേക്ക് ആവും പെട്ടെന്ന് അല്ലേ. അപ്പം അതാണ് J3ൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഇപ്പോൾ J3യിലാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, J3 ബ്രേക്ക് ആവും. അതുകൊണ്ട് തന്നെ ഹോൾ വോൾട്ടേജ് ഏതിൻ്റെ അക്രോസാണ് പോവുക, ഈ J1ൻ്റെ അക്രോസാണ് പോവുക. കാരണം എന്താ, ഈ J1 എന്ന് പറയുന്ന സാധനം N- ലെയർ ഉണ്ട്, അതുപോലെ തന്നെ P-യു ആണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ലൈറ്റ്ലി ഡോപ്പ്ഡ് ആണ്. ലൈറ്റ്ലി ഡോപ്പ്ഡ് ആണ്, അറ്റ് ദ സെയിം ടൈം എന്താണ്, തിക്കറാണ് അല്ലേ. അപ്പോൾ J1 എന്ത് ചെയ്യാം, ഹെവി വോൾട്ടേജ് എന്ത് ചെയ്യാം, വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ഹെവി വോൾട്ടേജ് എന്ത് ചെയ്യാം, വിത്ത്സ്റ്റാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതുപോലെ തന്നെയാണ്, നമ്മൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ സിമിലർ ടു ഏതാണ്, ഡയോഡ് പോലെ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ മോഡിൽ അപ്പം ഇത് ഫിഗർ നോക്കി പറയാം, ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ക്ലിയർ? അപ്പോൾ ഈ സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഈ Vin അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VBR-നെക്കാട്ടിയും കൂട്ടിയാൽ എന്താ സംഭവിക്കുക, ഹെവി കറണ്ട് ഫ്ലോ ചെയ്യും. അതാണ് ഈ PQ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ജംഗ്ഷൻ J1 J3 എന്താവും, ബ്രേക്ക് ഡൗൺ ആവാം. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗേറ്റ് സിഗ്നലൊന്നും കൊടുക്കുന്നില്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ റിവേഴ്സ് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് എന്താണ്, <0 ആണ്. അതുപോലെ ഗേറ്റ് കറണ്ട് എന്താണ്, 0 ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതുപോലെ തന്നെ ഉണ്ടാവുക, നമ്മുടെ ഡയോഡിൻ്റെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് കറണ്ട് വരുന്ന ഈ ഫിനോമിനൻ ഒക്കർ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് രണ്ടാമത്തെ മോഡാണ് നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ക്ലിയർ?
അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിന് കണ്ടീഷൻസ് ഓർക്കുക. നമ്മൾ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0ഉം ഗേറ്റ് കറണ്ട് ഇപ്പോഴും 0 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഗേറ്റ് കറണ്ട് 0 കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫോർവേഡ് ബയാസ് ആണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇത് മാറും അല്ലേ, ഇങ്ങനെയാവും അല്ലേ, പ്ലസ് മൈനസ്. അപ്പോൾ J1 എന്താവും? ഇവിടെ പ്ലസ്സിലേക്കാണ് പോകുന്നത്, ഇവിടെ മൈനസ് ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ J1 ഫോർവേഡ് ബയസ്ഡ് ആവും. J2 മൈനസിലേക്കാണ്, പ്ലസ് ആണ് എന്ത് ചെയ്യുന്നത്, എന്നിലേക്ക് പോകുന്നത്. അപ്പോൾ റിവേഴ്സ് ബയസ്, മൈനസ് ആണ് പിയിൽ, അപ്പോൾ റിവേഴ്സ് ബയസ്. അപ്പോൾ J2 റിവേഴ്സ് ബയസ് ആണ്. J3 മൈനസ് ഇതിലേക്ക് പോകുന്നു, പ്ലസ് പിയിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ തന്നെ നേരെ റിവേഴ്സ് പോലെ ആയിരിക്കും വരിക. അപ്പോൾ ഏതൊക്കെ വരും നമുക്ക്? J1 ഇങ്ങനെ വരും, ഇത് J2, ഇതെന്താണ് J3. ക്ലിയർ ആണല്ലോ? അപ്പോൾ വി ആർ ഹാവിങ് 3, ഇത് J1, ഇത് J2, ഇതെന്താണ് J3. അതായത് J1ഉം J3 എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവും. നമ്മുടെ J2 എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും അല്ലേ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഒക്കെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുക? J2ലാണ് ഡ്രോപ്പ് ചെയ്യുക അല്ലേ. നമ്മളപ്പോൾ J2 വിൽ നോട്ട് അലൗ ഹെവി എമൗണ്ട് ഓഫ് കറണ്ട് ടു ഫ്ലോ അല്ലേ. J2 എന്താണ്? ഹെവി കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ. അപ്പം ഈ J2 പക്ഷേ എന്താണെന്ന് വെച്ചാൽ J2നും ഒരു കഴിവുണ്ട്, എന്ത്? കുറച്ച് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ J2നും കുറച്ച് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് VBO. അതാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ക്ലിയർ? അതായത് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈ ബ്രേക്ക് ഓവറിനെക്കാട്ടിയും കൂടുതലായി കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ J2 എന്താവും? ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആയത് എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും. ആ സമയത്ത് എന്താവും? കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താവും? മിനിമം ആവും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി ഗ്രാഫ് വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ചെറിയൊരു വോൾട്ടേജ് നമുക്ക് ആനോഡ് കാഥോഡ് വോൾട്ടേജ് കൂടുതലാണ്, പക്ഷേ ഗേറ്റ് കറണ്ട് 0 ആണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഗ്രാഫ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഗ്രാഫ് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ എന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഓൺ ആക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ഈ മോഡിനാണ് എന്താ പറയുക? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നത്തിൽ ഇവിടെ ഫോർവേഡ് ലീക്കേജ് കറണ്ട് ഉണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം ഈ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 അതുപോലെ ഗേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഓരോ സമയവും നമ്മുടെ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യാത്ത തരത്തിലാണ് ഉള്ളത്. പക്ഷേ ഈ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ SCR ഓൺ ആവുന്നുണ്ട്, പക്ഷേ ചെറിയ വോൾട്ടേജേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓൺ ആക്കാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഒരു തവണ ഈ വോൾട്ടേജ് കൊടുത്തു, ബ്രേക്ക് ഓവറിനെക്കാട്ടിയും കൂടുതൽ കൊടുത്തു, നമ്മൾ ഓണാക്കി എന്നിലേക്ക് പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്, വീണ്ടും അത് തന്നെ റിപ്പീറ്റ്. ഇങ്ങനെ ഈ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ആക്കി ഗേറ്റ് കറണ്ട് കൊടുക്കാതെയുള്ള ഈ ഓപ്പറേഷൻ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ SCR എന്ത് ചെയ്യും? ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ല? ഇങ്ങനെ 4-5 ടൈംസ് ചെയ്യുകയാണെങ്കിൽ ഡാമേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും ഒരു ടേൺ ഓൺ മെത്തേഡാണ്. പക്ഷേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഗേറ്റ് കറണ്ട് കൊടുക്കാതെ ഇങ്ങനെ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൂട്ടിയിട്ട് നമ്മൾ ഫോർവേഡ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ SCR ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അത്ര സേഫ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ബ്ലോക്കിംഗ് മോഡിലേക്ക്, അല്ല മൂന്നാമത്തെ മോഡിലേക്ക് വരുന്നത്. അതാണ് ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡ്. ഓക്കെ, ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിൻ്റെ പ്രത്യേകത നേരത്തെ പോലെ തന്നെയാണ് ഉള്ളത്. ഏതാണ്? നമ്മുടെ ജംഗ്ഷനുകളൊക്കെ സെയിം തന്നെയാണ് വരിക അല്ലേ. ജംഗ്ഷൻ J1 J3 എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. J1 J3 എന്താണ്? J1ഉം J3 എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. J2 എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ്. VA ഗ്രേറ്റർ ദാൻ 0 ആണ്, ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ ഇവിടെ ഗേറ്റ് കറണ്ട് എന്തല്ല? 0 അല്ല. വി ആർ നോട്ട് മേക്കിംഗ് ദ ഗേറ്റ് കറണ്ട് 0, വി ആർ സപ്ലൈയിങ് എ ഗേറ്റ് കറണ്ട് IG. ക്ലിയർ? അപ്പോൾ ആ IG എവിടെ സപ്ലൈ ചെയ്യുന്നു? നമ്മുടെ ഈ പറഞ്ഞ J2ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതാണ് J2 അല്ലേ. അപ്പോൾ ഈ J2ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ J2ലേക്ക് ഗേറ്റ് കറണ്ട് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ നടക്കുന്ന ഫിനോമിന നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇതാണ് നിങ്ങളുടെ പോയിന്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക്
അല്ല നമ്മുടെ J2ലേക്ക് നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ സാധാരണഗതിയിലുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ കുറേ മൈനസ് ചാർജുകൾ ഉണ്ടാവും, ഇവിടെ പ്ലസ് ചാർജുകൾ ഉണ്ടാവും, ശരിയല്ലേ? അപ്പം ഈ ഇതിലേക്ക് നിങ്ങൾ ഗേറ്റ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ്, ഇതിൻ്റെ വിഡ്ത്ത്, നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ WD, ഈ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്താ വെച്ചാൽ ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ക്ലിയർ? അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റോർഡ് ചാർജുകൾ ഉണ്ടാവും. ഈ സ്റ്റോർഡ് ചാർജസിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഗെറ്റ് ന്യൂട്രലൈസ്ഡ്. ഈ സ്റ്റോർഡ് ചാർജസ് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. കാരണം ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോർഡ് ചാർജസ് ന്യൂട്രലൈസ്, ഇവിടെ കുറേ സ്റ്റോർഡ് ചാർജസ് ഉണ്ടാവും. ആ സ്റ്റോർഡ് ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഗെറ്റ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്. ക്ലിയർ? അപ്പോൾ ഈ ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ന്യൂട്രലൈസ് ദ സ്റ്റോർഡ് ചാർജ് ഇൻ ദ ഡിപ്ലീഷൻ ലെയർ അറ്റ് J2. അങ്ങനെ എന്ത് ചെയ്യും? കണ്ടക്ഷൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഈവൺ ഇഫ് യു അപ്ലൈ ഈ ഒരു വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ദാൻ VBO ആണ്, അതുപോലെ തന്നെ വി ആർ അപ്ലൈയിങ് എ ഗേറ്റ് കറണ്ട് ഈ ഇതിനെക്കാട്ടി കുറവാണ്, അറ്റ് ദ സെയിം ടൈം ഗേറ്റ് കറണ്ടും കൂടി കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് ബൈ റെഡ്യൂസിങ് ദ ഡിപ്ലീഷൻ വിഡ്ത്ത്. ക്ലിയർ? അങ്ങനെ കറണ്ട് എന്ത് ചെയ്യും? അതിലെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയുള്ള സാധനം എന്താവും? ക്ലോസ്ഡ് ആവും. അങ്ങനെ കറണ്ട് എന്ത് ചെയ്യും? സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ആൻഡ് ഇറ്റ് വിൽ ബി മൂവിങ് ഓൺ ടു ദ കണ്ടക്ഷൻ സ്റ്റേറ്റ്. ക്ലിയർ? അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രത്തോളം ഗേറ്റ് കറണ്ട് കൊടുക്കുന്നു അത്രത്തോളം ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും? ഈ ചാർജ് ന്യൂട്രലൈസേഷൻ എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഫാസ്റ്റായിട്ട് ചാർജ് ന്യൂട്രലൈസേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ജംഗ്ഷൻ J2ൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ജംഗ്ഷൻ J2ൻ്റെ വിഡ്ത്ത് കുറഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് പോവും? കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് പോവും. ക്ലിയർ അല്ലേ? അപ്പം whatever higher the value of gate current you are applying, the faster the conduction happens. ക്ലിയർ? അപ്പോൾ കുറേ ഗേറ്റ് കറണ്ട് സപ്ലൈ ചെയ്താൽ അത്രയും വേഗം എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ക്വിക്ക്ലി ഷിഫ്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഗേറ്റ് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യണം. അതാണ് ഈ IG1, IG2, IG3 എന്ന് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഗേറ്റ് കറണ്ട് എത്രത്തോളം അപ്ലൈ ചെയ്യുന്നോ ലെസ്സർ ടൈം വിൽ ഗോ ഇൻ ടു ദ കണ്ടക്ഷൻ മോഡ്. കുറച്ച് സമയം മതി, പെട്ടെന്ന് എന്ത് ചെയ്യും? കണ്ടക്ഷനിലേക്ക് പോകും. അപ്പോൾ സോ വൺസ് യുവർ J2 ഈസ് ബ്രോക്കൺ ഓർ ഷോർട്ട് സർക്യൂട്ട് ബൈ അപ്ലൈയിങ് ദ ഗേറ്റ് കറണ്ട് ഇറ്റ് വിൽ നോട്ട്, അടുത്ത പോയിന്റ്, അപ്പോൾ വൺസ് നിങ്ങൾ ആ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് വിൽ നോട്ട് ഗോ ഇൻ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്. പിന്നെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോവില്ല. നമ്മൾ SCR എന്തിൽ തന്നെ കിടക്കും? ഓണിൽ തന്നെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഓണിൽ കിടന്ന സമയത്ത് നിങ്ങൾ ഗേറ്റ് കറണ്ടിനെ നിങ്ങൾ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. റിമൂവ് ചെയ്താലും നിങ്ങളുടെ SCR വിൽ ബി ഇൻ യുവർ ഓൺ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ കണ്ടക്ഷൻ സ്റ്റേറ്റിൽ തന്നെ ഇത് നിൽക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഗേറ്റ് കറണ്ട് കൊണ്ട് നമുക്ക് ആ ചാർജുകളെ മൊത്തം ന്യൂട്രലൈസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കണ്ടക്ഷൻ എന്താണ്? ഏത് സ്റ്റേറ്റിൽ തന്നെ വരും? ഓൺ സ്റ്റേറ്റിൽ തന്നെ കിടക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഓഫിനാണ് പ്രശ്നം അല്ലേ? ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്, കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഓഫ് ആക്കാൻ വേണ്ടി സെപ്പറേറ്റ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഐദർ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാം അല്ലേ? കാരണം ടേൺ ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? സപ്ലൈനെയാണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നല്ല കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 മോഡ്സ്. ഇതാ ഫസ്റ്റത്തെ മോഡ്, മോഡ് 1 റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഇത് മോഡ് 2 ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, മോഡ് 3 ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് നമുക്കിത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ്. ക്ലിയർ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഒരു N എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട് അല്ലേ? ഈ പോയിൻറ്റിൻ്റെ പേരാണ് ലാച്ചിങ് കറണ്ട്. ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് IL. അതുപോലെ ഇവിടെ ഒരു ഒരു പോയിൻ്റ്, അത് നമ്മൾ P-എന്നോ Q-എന്നോ അല്ല, P-യും Q ഉണ്ടല്ലേ? അപ്പോൾ ഒരു A എന്നങ്ങ് മാർക്ക് ചെയ്തോ. ഓക്കെ, ഈ പോയിൻ്റ് വിളിക്കുന്നവരാണ് ഹോൾഡിംഗ് കറണ്ട്. നമുക്ക് നോക്കാം എന്താണ് ലാച്ചിങ് കറണ്ടും എന്താണ് ഹോൾഡിംഗ് കറണ്ടെന്നും. അപ്പോൾ ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം amount of anode current, minimum amount of anode current required to turn on the thyristor.
അപ്പോൾ SCR ടേൺ ആക്കാനുള്ള മിനിമം എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ട് ആണ് നമ്മളുടെ എന്ത് ലാച്ചിങ് കറണ്ട്. അതുപോലെ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ട് ബിലോ വിച്ച്, അതിനെക്കാട്ടി താഴെ ബിലോ വിച്ച് ദ SCR വോണ്ട് കണ്ടക്ട്. ഇപ്പോൾ ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിയും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ SCR എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ വൺസ് യുവർ SCR ഈസ് ഓൺ വി കാണ്ട് ടേൺ ഓഫ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫ് ആക്കാൻ വേണ്ടി സാധിക്കില്ല. ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ അതായത് വി നീഡ് ടു ഡിക്രീസ് ദ കറണ്ട് അപ് ടു ഡിസൈഡ് വാല്യൂ അല്ലേ. ആ കറണ്ട് നമ്മൾ ഡിസൈഡ് വാല്യൂ വരെ ഡിക്രീസ് ചെയ്യുന്നു. ആ ഡിസൈഡ് വാല്യൂ നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹോൾഡിംഗ് കറണ്ട് താഴെ പോയി കഴിഞ്ഞാൽ ഓഫായി. ക്ലിയർ? അപ്പോൾ SCR ഓൺ ആവാനുള്ള കണ്ടീഷൻ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ യുവർ ആനോഡ് കറണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലാച്ചിങ് കറണ്ട്, അതായത് SCR ഈസ് ഓൺ. ക്ലിയർ? അപ്പം അതുപോലെ തന്നെ ഇഫ് ആനോഡ് കറണ്ട് ഈസ് ലെസ് ദാൻ ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിയും കുറവായാൽ SCR എന്താവും, ഓഫ് ആവും. ക്ലിയർ ആയോ? നമ്മൾ ആ എത്രയാണോ ഓഫ് ആവാൻ വേണ്ടിയുള്ള ഡിസൈഡ് വാല്യൂ, ആ ഡിസൈഡ് വാല്യൂവിന് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ വന്നതിന് എന്തായി, ഓഫായി. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ലാച്ചിങ് കറണ്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യുവർ ഹോൾഡിംഗ് കറണ്ട്. ആ ഫിഗറിന് കണ്ടാൽ മനസ്സിലാവും ലാച്ചിങ് കറണ്ടാണ് മുകളിലുള്ളത്, താഴെയുള്ളതാണ് ഹോൾഡിംഗ് കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം IL ഈസ് ഗ്രേറ്റർ ദാൻ IH. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ IAയെ ലെസ് ദാൻ IH ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേൺ ഓഫ് പ്രോസസ്സ് നടത്തുന്നത്. ആ ടേൺ ഓഫ് പ്രോസസ്സ് എന്ന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സർക്യൂട്ട്സ് എന്ന് വിളിക്കുന്നതാണ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ്. അല്ലെങ്കിൽ ആ ഓഫ് ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, കമ്മ്യൂട്ടേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് നമ്മൾ 3 മോഡ്സും നമ്മൾ ജസ്റ്റ് പറയുവാണെങ്കിൽ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. നിങ്ങൾ 3 മോഡ്സും കൂടി പറയുവാണെങ്കിൽ, നമ്മൾ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VAK ലെസ് ദാൻ 0 നിങ്ങളുടെ ഗേറ്റ് കറണ്ടും ഇല്ലാത്ത അവസ്ഥ. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡോ VAK ഗ്രേറ്റർ ദാൻ 0 നിങ്ങളുടെ ഗേറ്റ് കറണ്ട് ഇല്ലാത്ത അവസ്ഥ. ഫോർവേഡ് കണ്ടക്ഷൻ മോഡോ നിങ്ങളുടെ VAK ഗ്രേറ്റർ ദാൻ 0 അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എ ഗ്രേറ്റ് കറണ്ട്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ലാച്ചിങ് കറണ്ട്? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ട് റിക്വയർഡ് ടു ടേൺ ഓൺ ദ SCR. What is holding current? It is the maximum amount of anode current below which SCR won't conduct. Once the SCR is on, we can't off ആക്കാൻ പറ്റില്ല. For this, we need to decrease the current up to our desired value known as IH. ആ ഡിസൈഡ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, IH എന്ന് പറയുന്നത്. ഇതാ, IA ഗ്രേറ്റർ ദാൻ IL ആണെങ്കിൽ SCR ഓൺ, IA ലെസ് ദാൻ IH ആണെങ്കിൽ SCR ഓഫ്. ഹോൾഡിംഗ് കറണ്ട് ഈസ് ബിലോ ലാച്ചിങ് കറണ്ട്, അതായത് നിങ്ങളുടെ IL ഈസ് ഗ്രേറ്റർ ദാൻ IH. ക്ലിയർ? പിന്നെ ടു മേക്ക് your IA less than IH, what we need to, we have to attach a commutation circuit for turning off the SCR. SCRലേക്ക് ഒരു കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത്രയും പോയിന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. 2 പോയിന്റും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോ. ഈ SCRൻ്റെ ടേൺ ഓൺ ടൈം, അതുപോലെ SCRൻ്റെ ടേൺ ഓഫ് ടൈം, ഇത് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡപ്പ് പോലെ നിങ്ങൾ എഴുതി വെച്ചോ. ഫസ്റ്റ് വൺ ടേൺ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 2 മൈക്രോ സെക്കൻഡ്സിലാണെന്ന് പഠിച്ചോ. 2 മൈക്രോ സെക്കൻഡാണ്. അപ്പോൾ 1 to 4, അതുപോലെ 10 to 300, 2 മൈക്രോ സെക്കൻഡ്. ഓക്കെ, 1 to 4 മൈക്രോ സെക്കൻഡാണ് ടേൺ ഓൺ ടൈം. ഓഫ് ടൈം 10 to 300 മൈക്രോ സെക്കൻഡ്സ്. ക്ലിയർ? അപ്പോൾ നമ്മളെ SCRൻ്റെ അപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെ പവർ കൺട്രോൾ, നമ്മളെ സ്വിച്ചിങ്, ബാക്കിയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ SCRൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, പിന്നെ SCRൻ്റെ പാരാമീറ്റേഴ്സൊക്കെ കുറച്ചുണ്ട്, അതായത് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിന് ജസ്റ്റ് 2-3 ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ 2-3 പോയിന്റുകൾ പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് റേഞ്ചിലാണ് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് മില്ലി ആംപിയർ ആണെന്ന് ഓർത്താൽ മതി. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ടേൺ ഓൺ ടേൺ ഓഫ് നമ്മൾ മൈക്രോ സെക്കൻഡാണെന്ന് പഠിച്ചു. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു ടേം ഉണ്ട്.
ഓക്കെ, ഡൈനാമിക് റെസിസ്റ്റൻസ് ഏത് ടേമിലാന്ന് ചോദിച്ചാൽ മെഗാ ഓമിലാന്ന് ഓർത്താൽ മതി. എൻ്റെ വാല്യൂസ് ഒന്നും കൃത്യമായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതേപോലെ മാക്സിമം ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ചിലപ്പോൾ ചോദിക്കാം. മാക്സിമം ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.5 വോൾട്ട്. SCRൻ്റെ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പാരാമീറ്ററുകളാണ് പറയുന്നത്. ഓക്കെ, 1.5 വോൾട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ SCRൻ്റെ ഒരു ബ്രീഫിംഗ്, അല്ലെങ്കിൽ SCRൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഏതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് ട്രിഗറിങ് മെത്തേഡ്സും അതുപോലെ തന്നെ SCRൻ്റെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗറിങ്ങും പ്രൊട്ടക്ഷനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ട്രിഗറിങ്ങും പ്രൊട്ടക്ഷനും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.